ഇന്ന് ജൂൺ 21. നമുക്കെല്ലാം അറിയാം, ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. ഞാൻ പറയാതെ തന്നെ യോഗയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇറ്റ്സ് എ സ്പിരിച്വൽ, ഫിസിക്കൽ ആൻഡ് മെന്റൽ പ്രാക്ടീസ്. അപ്പോൾ നമ്മളുടെ ജീവിത തിരക്കുകൾക്കിടയിൽ സെൽഫ് കെയർ ചെയ്യാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സെൽഫ് അവയർനെസ്സും സെൽഫ് ഡിസിപ്ലിനും ഒക്കെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് യോഗ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒന്നും ഉണ്ടാവാത്ത ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ മാത്രമല്ല, മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ യോഗ വളരെയധികം സഹായിക്കും. അപ്പൊ ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ലൈവ് പ്രാക്ടീസ് ആണ്. അപ്പൊ ഈ പ്രാക്ടിക്കൽ സെഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഒപ്പം 2 എക്സ്പേർട്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദിത്യ അരവിന്ദാക്ഷൻ ആൻഡ് അഞ്ജുമോൾ വർഗീസ്. അവര് രണ്ടുപേരും പ്രാക്ടിക്കൽ യോഗ പ്രാക്ടീഷണേഴ്സ് ആണ്, പ്രൊഫഷണൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെഷൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യമായിട്ട് യോഗ ട്രൈ ചെയ്യുന്നവരാണെങ്കിലും ഇത് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് അവർ സിഇഒ റഹീസ ടു അഡ്രസ് യു ഓൾ. ഓവർ ടു യു സർ. ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായിട്ട് ലാൻഡ് വൈസിന്റെ ഒരു യോഗ സെഷനാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ നമ്മുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ആ ഒരു രീതിയിൽ തിരക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ പേര് ജോയിൻ ചെയ്യുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ യോഗ ഡേ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. എക്സാം ഒക്കെ എഴുതുന്നവർക്ക് ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരൊക്കെ ആ രീതിയിൽ ഒരു സ്ട്രെസ് കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ തീർച്ചയായിട്ടും യോഗയും മെഡിറ്റേഷനും ഒക്കെ നമ്മൾ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു യോഗ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമായിട്ട് യോഗ ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് യോഗ ചെയ്യുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു യോഗ ഒരു ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ അത് യോഗ ചെയ്ത് കാണിച്ചു തരുന്ന രീതിയിലാണ് ഇൻസ്ട്രക്ടേഴ്സ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ സസൂക്ഷ്മം അതെല്ലാം വാച്ച് ചെയ്ത് പറ്റുന്നവരെല്ലാവരും തന്നെ അതിന്റെ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ മെസ്സേജിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആ രീതിയിലൊരു മാറ്റൊക്കെ വിരിച്ച് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സെഷൻസ് ഓരോ ആസനാസും ഒക്കെ നിങ്ങൾ വളരെ സസൂക്ഷ്മം വീക്ഷിച്ച് നമ്മുടെ സെഷന്റെ ശേഷം നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് തുടർന്ന് പോകാവുന്ന ഒരു കാര്യം കൂടിയാണ്. എനിവേ ഇന്നത്തെ ഈ ഒരു ഇന്റർനാഷണൽ യോഗ സെഷന്റെ ഭാഗമായിട്ട് ലേൺ വോയ്സ് കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സെഷൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ എല്ലാവരും ആദ്യാവസാനം വരെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ് എവ്രിവൺ. താങ്ക് യു ഓൾ. താങ്ക് യു സർ. നെക്സ്റ്റ് അവർ പ്രൊപ്പോസ് സിഇഒ അബേയ് സർ വിൽ അഡ്രസ് യു ഓൾ. ഓവർ ടു യു സർ. താങ്ക് യു ശരണ്യ. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കരുതുന്നു. അപ്പം ഇന്ന് വേൾഡ് യോഗ ഡേ ആണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് പ്രധാനമായിട്ടും ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരത്തിൽ മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതിപ്പം സ്റ്റുഡൻസ് ആയാലും ശരി, നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ആയാലും ശരി, മെന്റേഴ്സ് ആയാലും ശരി, ഏത് റോളിലുള്ളവരാണെങ്കിലും പല പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം അല്ല. അങ്ങനെ ഒരു ലോകത്തിലൂടെയാണ്, അങ്ങനെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെല്ലാം തന്നെ ഒരുപോലെ ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഇനി അതൊന്നും തന്നെ ബേൺ ഔട്ട് ആവാതിരിക്കാൻ നമുക്ക് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങേയറ്റം മടുപ്പൊക്കെ തന്നെ ഒരു പക്ഷെ തോന്നിയേക്കും. അപ്പൊ അതൊക്കെ തന്നെ ഒരു പരിധി വരെ ഒഴിവാക്കുന്നതിനായിട്ട് ദിവസം ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അതൊന്നെങ്കിൽ രാവിലെ നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഓരോ പ്രവൃത്തികളിലേക്ക് കടക്കുന്നതിന് മുമ്പാവാം, അതല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് വൈകിട്ടാണെങ്കിലും കുറച്ച് വൈകിയ വേളയിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു 4-5 കോഴ്സുകളൊക്കെ തന്നെ ദിവസവും നിങ്ങളുടെ ഒരു റുട്ടീന്റെ ഭാഗമായിട്ട് നിങ്ങൾ യോഗ പരിശീലിച്ചു വരികയാണെങ്കിൽ ഈ സ്ട്രെസ് റിലീവ് ചെയ്യാൻ, അതുപോലെ തന്നെ കുറെ കൂടെ കോൺസെൻട്രേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും മറ്റ് പല രീതിയിൽ ഇപ്പൊ ബോഡിക്കൊക്കെ തന്നെ പലപ്പോഴും പലർക്കും വ്യായാമമൊന്നും തന്നെ എല്ലാ ദിവസവും എന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. ചിലർക്ക് ആഴ്ചയിൽ ഒരിക്കൽ പോലും പറ്റണമെന്നില്ല. അത് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതുപോലെ തിരക്കുകളാണ് പലപ്പോഴും. പക്ഷെ ദിവസവും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ റുട്ടീന്റെ ഭാഗമായിട്ട് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും യോഗയ്ക്കായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ അനായാസം ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പം പരമാവധി എല്ലാവരും ഇന്നത്തെ ഈ ഒരു സെഷനോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഒരു റുട്ടീന്റെ ഭാഗമായി എന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റാൻ ശ്രമിക്കുക.
അത് നിങ്ങൾക്ക് എന്തായാലും പഠനത്തിലായാലും മറ്റ് നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു ഏരിയയിലായാലും ഉപയോഗം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവും വേണ്ടതില്ല. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സർ. അപ്പൊ ഞാൻ നമ്മളുടെ ഗസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യത്തെ രവന്താക്ഷൻ ആൻഡ് അഞ്ജുമോൾ വർഗീസ് ആണ് ഇന്നത്തെ നമ്മളുടെ ഗസ്റ്റുകൾ. ആദ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ സെന്റ് മേരീസ് കോളേജ് തൃശ്ശൂരിൽ നിന്ന് ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഷീ ഈസ് കറന്റ്ലി പെർസ്യൂവിംഗ് മാസ്റ്റേഴ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രം ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് കോഴിക്കോട്. അഞ്ജുമോളെ പറ്റി പറയുകയാണെങ്കിൽ സെന്റ് ജോൺസ് കോളേജ് കൊല്ലത്ത് നിന്ന് ബാച്ചലേഴ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പൊ കറന്റ്ലി മാസ്റ്റേഴ്സ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് കോഴിക്കോട് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഇന്റർ കോളേജിയേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവലിൽ പല കോളേജസിനെയും പ്രതിനിധീകരിച്ച് പോയിട്ടുള്ളവരാണ്. സോ ലെറ്റ്സ് വെൽക്കം ആദിത്യ ആൻഡ് അഞ്ജുമോൾ. ഓവർ ടു യു ഗൈസ്. ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി ഓവറായി സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അപ്പൊ മാക്സിമം നമ്മൾ എത്രത്തോളം എഫക്റ്റീവ് ആണ് ഈ യോഗ സെഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഞങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നതായിരിക്കും. മൈസെൽഫ് ആദിത്യ അരിന്തക്ഷൻ, മൈസെൽഫ് അഞ്ജുമോൾ വർഗീസ്. ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ മിസ് പറഞ്ഞതുപോലെ യോഗയെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് യോഗ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ടോൺ. ഇപ്പൊ നമ്മൾ എല്ലാവരും കോസ്മെറ്റിക് കോൺഷ്യസ് ആണ്, കുറെ ലോകം കൂടുതൽ കോസ്മെറ്റിക് കോൺഷ്യസ് ആണ്. പക്ഷെ എന്നാൽ അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ മെത്തേഡ്, ഒരു നാച്ചുറൽ ട്രഡീഷണൽ മെത്തേഡാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ടോണിങ്ങിനായാലും നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രെസ് റിലീഫിനായാലും അതേപോലെ തന്നെ മസിൽ എൻഡ്യൂറൻസ്, മസിൽ സ്ട്രെങ്ത്, ഇഞ്ചുറി റിഡക്ഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്കായാലും നമ്മുടെ യോഗ നമ്മളെ വളരെ ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര റെലവൻസും ആണ് ഇന്നത്തെ ഈ ലോകത്തിന്റെ ലൈഫ് സ്റ്റൈൽ പറയുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യം അതായത് അതിനെപ്പറ്റി ചെറിയൊരു നോളജ് എങ്കിലും വേണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അഭിപ്രായമല്ല, അതാണ് ഒരു ട്രൂത്താണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് എങ്കിലും എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പ്രാക്ടീസ് സെഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു പ്രേയറിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും മാക്സിമം വജ്രാസനയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇതാണ് വജ്രാസന. അതായത് നമ്മുടെ രണ്ട് നീസും മടക്കി നമ്മുടെ ബട്ടക്സിലോട്ട് ടച്ച് ചെയ്ത് ഹീൽസിന്റെ മുകളിലോട്ടായി നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് പ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലെ? ദെൻ നമ്മുടെ കൈകൾ രണ്ടും നമ്മുടെ തൈസിൽ പ്രസ് ചെയ്തുകൊണ്ട് വെച്ച് സ്പൈൻ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് ഇരിക്കുക. നോർമൽ ബ്രീത്തിൽ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി നമ്മളിപ്പോ എന്താ പറയാ എക്സ്റ്റേണൽ പ്രഷറിൽ നിന്നോ ടെൻഷനിൽ നിന്നോ എല്ലാം കൂട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ഈ ഒരു പ്രാക്ടീസ് സെഷൻ ടൈമിൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും മാക്സിമം വജ്രാസനയിലോട്ട് ഇരുന്ന് സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് ക്ലോസ് യുവർ ഐസ്. അതായത് നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ മനസ്സ് ശാന്തപ്പെടുത്താൻ പോവാണ്. അതായത് നമ്മുടെ ടെൻഷൻസ് എല്ലാം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ ഒരു കുറച്ച് നേരം നമുക്ക് വളരെ ഹാപ്പിയും നമ്മുടെ ബോഡിയിലെ ഫീൽ ഗുഡ് ആക്കാൻ പോവാണ്. സോ എല്ലാവരും വജ്രാസനയിലോട്ട് ഇരുന്ന് കൈകൾ ചേർത്ത് വയ്ക്കുക. ദെൻ ക്ലോസ് യുവർ ഐസ്. അതിന് നമുക്ക് ചെറിയൊരു പ്രയറുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എന്ന് പറയുന്നത് വളരെ കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മുടെ മോർണിംഗ് സെഷൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആസനാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത്. അത് നമ്മൾ മോർണിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഫ്ലോ യോഗയാണ് സൂര്യ നമസ്കാരം വരുന്നത്. 12 ആസനാസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് 12 ആസനാസ് ഒറ്റ സ്ട്രെച്ചില് ഒരു ഫ്ലോ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. ഇതില് 8 ആസനാസ് ആണ് കറക്റ്റ് കമ്പൽസറി. അതായത് 8 ആസനാസ് ആണ് വരുന്നത്. പക്ഷെ ബാക്കി 4 ആസനാസ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ എങ്ങനെ പോയോ അതുപോലെ തിരിച്ചു വരിക. അതായത് പൂർണ്ണസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്ന ഇതിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ബോഡി എക്സസൈസ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ 12 ആസനാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹോൾ ബോഡിയിലെ മസിൽസ് ആയാലും അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓരോ ആസനാസിലായാലും ഓരോ പാർട്ടായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ താഴെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ലെഗ് മസിൽസ്, കാഫ്, കോട്സെപ്സ്, അങ്ങനെയുള്ള എല്ലാ ഭാഗത്തും, ഹാംസ്ട്രിങ്, അങ്ങനെ എല്ലാ ഭാഗത്തും ഇതാവുന്നുണ്ട്. അതുപോലെ വേറൊരു ആസനത്തിൽ വരുമ്പോഴായാലും നമ്മുടെ കോർ സ്ട്രെങ്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്ലോലി നമ്മുടെ ആംസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വേറെ പല ആസനത്തില് അതിൽ ഷോൾഡർ സ്ട്രെങ്ത്, ആം സ്ട്രെങ്ത്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്.
പിന്നെ സ്ലോലി നമ്മൾ ഹെഡ് നമ്മൾ ഫ്ലോറിൽ ടച്ച് ചെയ്ത് നമസ്കരിക്കുന്ന ഭാഗമുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോ സെഷൻ അത് അതിന്റെ ഒരു സീക്വൻസിൽ വരുമ്പോഴും നമ്മുടെ ഹോൾ ബോഡി അതിന് ഇൻവോൾവ് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് ഫുൾ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ കൂടെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എല്ലാവരും പ്രാക്ടീസ് ഇന്ററാക്റ്റീവ് സെഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കല്ലേ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ എല്ലാം യോഗയിൽ ഏതൊരു പോസ്റ്റർ ആയാലും എന്ത് പ്രാക്ടീസ് ചെയ്യാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ എന്നാണ്. അതായത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഏറ്റവും പോസിറ്റീവ് എനർജി എത്തിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. അതായത് നമ്മുടെ ചെസ്റ്റ് എല്ലാം അപ്പ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ലങ്സ് ഫുൾ ആക്കിക്കൊണ്ട് നമ്മൾ നല്ലൊരു ഇൻഹലേഷൻ, കണ്ണുകൾ ക്ലോസ് ചെയ്തുകൊണ്ട് കാമായിട്ട് സ്ലോലി നമ്മൾ ബെസ്റ്റ് ഇൻഹലേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അത് നല്ലൊരു ഇൻഹലേഷനിലൂടെ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. Take a deep breath and exhale it completely. Again, deep breath. Exhale it completely. Okay, നമുക്ക് സൂക്ഷ്മ വ്യായാമത്തിലേക്ക് കടക്കാം. നമ്മൾ എന്തൊരു ഫിസിക്കൽ ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോഡി ഒന്ന് വാമാക്കി വെക്കണം. അതായത് നമ്മളൊരു പ്രാക്ടീസിലേക്ക് എത്തുന്നതിന് നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ നേരെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ബോഡിയിലേക്ക് അത് റിവേഴ്സ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ് നമ്മൾ ഇപ്പോൾ ഇവിടെ സൂക്ഷ്മ വ്യായാമത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് സ്ട്രെച്ചിങ് ആണ്. സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്നത് ചെറിയൊരു സ്ട്രെച്ചിങ് വാമപ്പാണ്. നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്ന സ്ട്രെച്ചിങ്സും ചെറിയ ചെറിയ റൊട്ടേഷൻസും ഞങ്ങൾ സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ ഹെഡാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. രണ്ട് സൈഡിലേക്ക് നമ്മുടെ ഹെഡ് വളരെ നല്ലപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻസ് ചെയ്യാം. നമ്മുടെ കഴുത്തിന്റെ ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻസ് ചെയ്യാം. Rotation. Side. മാക്സിമം കൈ സ്ട്രേറ്റ് ആക്കി വയ്ക്കുക. ദെൻ എൽബോയുടെ പുറത്ത് കൈ പ്ലേസ് മാക്സിമം ബാക്കിലോട്ട് പുഷ് ചെയ്യുക. അതായത് നമ്മുടെ കഴുത്തിന്റെ മസിൽസ് ഒക്കെ നല്ലപോലെ സ്ട്രെച്ച് ആവാൻ വേണ്ടി മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. Then same again, opposite side. Stretch ചെയ്ത് കൊടുക്കുക. Fingers. എല്ലാം നമ്മുടെ എല്ലാ ഭാഗവും നമ്മൾ നമ്മൾ ചെയ്യണം. അതായത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് റൊട്ടേഷൻസ് ഒക്കെ ചെയ്ത് നമ്മുടെ ബോഡിയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ബോഡി അത് റീസ്റ്റാർട്ട് ചെയ്യണം. ഒരു പ്രോഗ്രാമിൽ അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇthen നമ്മുടെ ഹിപ്സ് ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാം. രണ്ട് സൈഡിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യാം. കാലുകളിലോട്ട് മാക്സിമം സ്ട്രെച്ച്. നമ്മൾ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യണം. നമ്മുടെ ആംഗിൾസ് നോക്കാം.
ഓക്കെ, ചെറിയ ചെറിയ റൊട്ടേഷൻ നമ്മൾ ജോയിന്റ്സിനൊക്കെ ചെറിയ റൊട്ടേഷൻ കൊടുത്ത് ജോയിന്റ്സ് ഒന്ന് സെറ്റ് ആക്കാൻ പോകുന്നത് നമ്മള് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി ജോയിന്റ്സ് ഒന്ന് സെറ്റ് ആക്കാൻ പോകുന്നു. ഓക്കെ അല്ലേ? നമ്മൾ സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യാൻ പോകും കേട്ടോ. സൂര്യ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റിന് നമ്മൾ സൺ സല്യൂട്ടേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സൂര്യ ഭഗവാനെ നോക്കിക്കൊണ്ട് കിഴക്ക് ദിശയിലോട്ട് ഫേസ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ സമയത്താണ് സൺ സല്യൂട്ടേഷൻ. രണ്ട് കാലുകളും നമ്മുടെ ഷോൾഡർ ബെഡിൽ വെക്കാം. കാലുകൾ ഷോൾഡർ ബെഡിൽ വെക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത് ഒറ്റ സ്ട്രെച്ചില് ഫുൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. അതിന്റെ എക്സ്പ്ലനേഷൻ അതിനുശേഷം ചെയ്ത് കാണിച്ചത്. നമുക്ക് ഒന്നിച്ച് ഒരു വട്ടം പ്രാക്ടീസ് വെക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഫേസ് ചെയ്തു. നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ടേക്ക് എ ഡീപ് ഇൻഹലേഷൻ ആൻഡ് exhale it completely and slowly exhale ചെയ്യാം. Exhale it completely. Again, take a deep breath and exhale it completely. Okay, start ചെയ്യാം. Om Suryaya Namaha. Om Bhanave Namaha. Om Khadaya Namaha. Om യോഗ കണ്ട ലൈൻ അനുസരിച്ച് ഇത് പറഞ്ഞു. Om Marichi Namaha. Om Adityaya Namaha. Om Savitre Namaha. Om Argaya Namaha. Om Askaraya Namaha. Om Narayana Namaha. ഓക്കെ, എല്ലാവരും കണ്ടതിനനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ചെയ്തത് ഒരു 12 ആസനാസിന്റെ ഒറ്റ സീക്വൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലോ ചെയ്തു. ആദ്യം തന്നെ നമ്മള് പ്രണമാസന എഴുതുന്നു. പ്രണമാസന മീൻസ് നമ്മൾ സൂര്യനെ പ്രണമിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പ്രണമിച്ചത് ഹലോ ഹായ് സൂര്യ പറയില്ലേ, അതേപോലെ നമ്മൾ സൂര്യനെ പ്രണമിക്കുകയാണ്. നമ്മൾ പ്രണമിച്ചുകൊണ്ട് സൂര്യന്റെ അനുവാദം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നമുക്കറിയാം ഈ സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഭയങ്കര ഒരു റെലവൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പൊ ആളോടുള്ള നന്ദി കൂടിയായിട്ട് നന്ദിച്ചാണ്. പിന്നെ നമ്മുടെ ബോഡി അദ്ദേഹത്തിന്റെ ഒരു ഇതില് നമ്മൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു പ്രണവാസന. സ്ലോലി നമ്മൾ ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മുടെ കൈകൾ റേസ് ചെയ്ത് ബാക്കിലോട്ട് അർദ്ധചക്രാസനയിലോട്ട് പോവാം. അർദ്ധചക്രാസന ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഏത് ഭാഗത്താണ് കൊണ്ടുപോകുന്നത്? നമ്മുടെ ബാക്ക് സ്പൈൻ റീജിയൻ സ്ട്രെങ്തൻ ചെയ്യാനും അടുത്ത ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് അർദ്ധചക്രാസനം. ഞാൻ കാണിച്ചോളൂ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തരാം. ഫസ്റ്റ് പ്രണവാസന കളിച്ചു, നല്ലപോലെ ഇൻഹേൽ ചെയ്തു, എക്സ്ഹേൽ ചെയ്തു, കൈകൾ പതിയെ റേസ് ചെയ്തുകൊണ്ട് മാക്സിമം നമ്മൾ ബോഡി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം.
മാക്സിമം ബോഡി സ്ട്രക്ചർ, നമ്മൾ രണ്ട് ചേരികളിലെ കൈകൾ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് ബോഡി സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഈ അപ്പർ ബോഡിയല്ല ഈ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ മുകളിലേക്ക് കൈ റേസ് ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ബാക്കിലോട്ട് ബെൻഡ് ചെയ്യും. ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈൻ സ്ട്രെങ്ത് കൂടാനായാലും ബാക്ക് മസിൽസിന്റെ സ്ട്രെങ്ത് കൂടാനായാലും അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. ഈ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമില്ല, ഉപകാരം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇഞ്ചുറീസ് കുറയാൻ ചാൻസ് കൂടുതലുണ്ട്. അതിന്റെ കാര്യത്തിൽ ഇത്രയും മൂവ്മെന്റ് പെട്ടെന്ന് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ലിഗമെന്റ് ക്ലിയർ ആവാനോ അല്ലെങ്കിൽ സ്ട്രെയിൻ അങ്ങനത്തെ കാര്യങ്ങൾ ചാൻസ് ഉണ്ട്. അപ്പൊ ഇഞ്ചുറി പെട്ടെന്ന് ഇഞ്ചുറീസ് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതേസമയം കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ഇത്രത്തോളം എക്സ്റ്റെൻഡ് നമുക്ക് അതിലൊരു പ്രശ്നമായിരിക്കും. കാരണം എന്താണ് എന്റെ ബോഡി എല്ലാം ഫ്ലെക്സിബിൾ ആണ്, അവിടെ ഇഞ്ചുറി വരാനായിട്ട് സാധ്യത കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വാക്സിന്റെ കാര്യങ്ങളോട് ബാക്ക് ചെയ്തു. രണ്ട് കൈയുടെ കാം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കാല് ഫുള്ളി സ്ട്രെയിറ്റ് ആണ്. അവിടെ നീസിലൊന്നും നീ ആയാലും എൽബോയാലും ഒരു ആംഗിളൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഫുള്ളി സ്ട്രെയിറ്റ് ആകുമ്പോൾ നമുക്ക് കാലിന് ഫുള്ള് മസിൽസ് ആ ഒരൊറ്റ പോസ്റ്ററിൽ സ്ട്രെച്ച് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡി ടോണിങ്ങിനായാലും മസിൽ സ്ട്രെങ്തിനായാലും അവരുടെ മസിലിന്റെ സ്ട്രെച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ ഒറ്റ ആസനം ഈ ബോഡി ഫുള്ള് ഇൻവോൾവ് ആവുന്നു. നമ്മുടെ തല കൊണ്ട് നീ നമ്മുടെ കാലിന്റെ മുട്ടില് കൊണ്ട് ടച്ച് ചെയ്യുക. അശ്വസന്ധനാസനം. ഈ ആസനമാണ് അശ്വസന്ധനാസനം. പതിയെ കാലിന്റെ വെച്ച് നമ്മുടെ കണ്ണ് നോക്കണം, മൂക്കിലോട്ട് നോക്കണം. Then slowly when you plant posture, push-up posture ആണ്. ഇത് നമ്മുടെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് മാസ്റ്റർ ഇൻവോൾവ് ആവുന്നു. അതായത് നമ്മൾ പുഷപ്പ് പോസ്റ്ററിൽ സ്റ്റെബിലിറ്റി കോർഡിനേഷൻ എല്ലാം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന പോസ്റ്റർ. Then slowly നമ്മൾ മുട്ട് കയറ്റി വെച്ചുകൊണ്ട് മുട്ടി കുറച്ച് കണ്ടോട് കയറ്റി വെച്ചുകൊണ്ട് പതിയെ ട്രൈസെപ്സിന്റെ ഹെൽപ്പോടെ കൂടി നമ്മൾ നമ്മുടെ ചെസ്റ്റ് താഴേക്ക് കൊണ്ടുവരികയാണ്. ദെൻ ബട്ടക്സ് കുറച്ച് റൈസ് ചെയ്ത് വെക്കണം. സ്ലോലി ഫ്ലോർ ടച്ച് ചെയ്യാം. പതിയെ നമ്മുടെ ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മൾ റൈസ് ചെയ്യുക. അപ്പർ ബോഡി റൈസ് ചെയ്യുക, ബാക്കിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിലോട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഫുള്ള് കൈ എൽബോസ് ഫുൾ സ്ട്രെയിറ്റ് അല്ല, സ്ലോലി നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കണം. ഒരു ആംഗിൾ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സ്ലോലി നമ്മൾ ഇൻഹേൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരിക. പർവ്വതാസനം. നമ്മുടെ കാലിന്റെ സ്ട്രക്ചർ മാക്സിമം പല താഴേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. എൽബോസ് സ്ട്രെയിറ്റ് ആയിട്ട് ശ്രമിക്കുക, നീ സ്ട്രെയിറ്റ് ആയിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫുഡ് ഭാഗം ഫുള്ള് ഫ്ലോർ ടച്ച് ആണ്, ഫുള്ളി സ്ട്രെച്ച് ആണ്. നമ്മുടെ കാല് ഫുള്ളി സ്ട്രെച്ച് ആയിട്ട് ലൈക്ക് എ പർവ്വതം, അതായത് നമ്മൾ പറയില്ല ഹിൽ എന്ന് പറയും, ലൈക്ക് എ പർവ്വതം. അതുകൊണ്ടാണ് ഇതിന് പർവ്വതാസനം വരുന്നത്. വീണ്ടും മെറ്റീരിയൽ അസുഖ കാലിക്കുക, വീണ്ടും സാധനം ഫേസ് ചെയ്യുക. പാദഹസ്താസന, നമ്മൾ എങ്ങനെയാണ് പോയത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു ചെയ്തു. ഓക്കെ അല്ലേ? നമുക്ക് ഒരു പ്രാവശ്യം കൂടി പുള്ളി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓം രവയേ നമഃ. ഓം സൂര്യായ നമഃ. ഓം ഭാനവേ നമഃ. ഓം ഖഗായ നമഃ. ഓം നമഃ. ഓം ഹിരണ്യഗർഭായ നമഃ. ഓം മരീചേ നമഃ. ഓം
आदित्याय नमः ॐ सवित्रे नमः ॐ अर्काय नमः ॐ भास्कराय नमः ॐ श्री सूर्यनारायणाय नमः ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കാണ്. ഓഡിയോ ആണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? എനിക്ക് വളരെ വിർച്വൽ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓഡിയബിൾ ആണ്. ഓഡിബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അടുത്ത ഇതിൽ കുറച്ച് കാറ്റഗറി ഇപ്പൊ നമ്മൾ പറയാം സിറ്റിംഗ്, സ്റ്റാൻഡിങ്, ലൈൻ പോസ്റ്റേഴ്സ്, അങ്ങനെ കുറച്ച് ആസനാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് സ്റ്റാൻഡിങ് ആസനത്തിലേക്കാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പ്രോട്ടോകോൾ യോഗ പ്രോട്ടോകോൾ അനുസരിച്ചാണ്. ഇന്നത്തെ ദിവസം ഇന്ത്യയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യോഗ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോ അടുത്തതായിട്ട് നമ്മൾ ഈ സ്റ്റാൻഡിങ് ആസനാസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ 5 നിമിഷം എടുക്കാം. സ്റ്റാൻഡിങ് ആസനാസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് താടാസനയാണ്. താടാസനയിലൂടെയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. ഇതൊരു ബാലൻസിങ് ആസനയാണ്. നമ്മുടെ വോൾ ബോഡി നമ്മുടെ ഒരു പോസ്റ്ററിൽ സ്റ്റേബിൾ ആയി നിർത്താൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഒരു ആസനയാണ് സ്റ്റാൻഡിങ്. ആസനയില് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസന, ഒരു ബേസിക് ആസനാസ് ആണ് ഇതൊക്കെ. അപ്പൊ നമ്മളുടെ എന്താ പറയാ, വോൾ ബോഡി ഒരു ഒറ്റ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മള് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക, ബാലൻസിങ്, കോർഡിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആവുന്ന ഒരു ആസനയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം take a deep inhalation, close your eyes and take a deep inhalation. Exhale it completely. Relax. Take a deep inhalation. Exhale it completely. Relax. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ നല്ലൊരു ഇൻഹെയിൽ ചെയ്തുകൊണ്ട് പതിയെ നിങ്ങളുടെ കാലുകൾ ഷോൾഡർ വിഡ്ത്തില് വെക്കുക. ദെൻ സ്ലോലി എക്സ്ഹെയിൽ ചെയ്യുക. ദെൻ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് പതിയെ നിങ്ങളുടെ കൈകൾ റേസ് ചെയ്യുക. ദെൻ സ്ലോലി അത് ഇന്റർലോക്ക് ചെയ്യുക. മുകളിലോട്ട് റേസ് ചെയ്തുകൊണ്ട് സ്ലോലി ഇന്റർലോക്ക് ചെയ്യുക. ദെൻ പതിയെ നിങ്ങളുടെ ബോഡി, അപ്പർ ബോഡി മാക്സിമം മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ദെൻ സ്ലോലി നിങ്ങളുടെ ടോസ് റേസ് ചെയ്യുക, സോറി ഹീൽസ് റേസ് ചെയ്യുക. ദെൻ ഫുൾ വോൾ ബോഡി വെയിറ്റ് നിങ്ങളുടെ ടോസിൽ കൊടുത്ത് അവിടെ ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 1 2 3. റിലാക്സ്. നമ്മൾ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ചു വരിക. എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് ബോഡി താഴേക്ക് കൊണ്ടുവരിക. ദെൻ അഗെയിൻ എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട്, ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് പതിയെ കൈകൾ താഴേക്ക് കൊണ്ടുവരാൻ ശരീരത്തോട് അടുപ്പിച്ച് വയ്ക്കുക. റിലാക്സ്. ഓക്കെ, നമുക്ക് ഒരു വട്ടം കൂടി ചെയ്ത് നോക്കാം. ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. എക്സ്ഹേൽ ഇറ്റ് കംപ്ലീറ്റ്ലി. റിലാക്സ്. സ്ലോലി കണ്ണു തുറക്കുക. നമുക്ക് അഗെയിൻ പതിയെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈ റേസ് ചെയ്യുക. പതിയെ കൈകൾ ഇന്റർലോക്ക് ചെയ്യുക. അഗെയിൻ ബോഡി മുകളിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. നിങ്ങളുടെ സ്പൈനൊക്കെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ദെൻ സ്ലോലി നിങ്ങളുടെ ഹീൽസ് റേസ് ചെയ്യുക. ഓക്കെ, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. 1 2 3. റിലാക്സ്. നമ്മൾ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ തിരിച്ചു വരിക. എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ താഴ്ത്തുക, ശരീരത്തോട് അടുപ്പിച്ചു വരിക. Take a deep breath and exhale it completely.
അഗെയിൻ അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റാൻഡിംഗ് പോസ്റ്റർ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ വൃക്ഷാസനയാണ്. വൃക്ഷാസനം എല്ലാവരും ഭയങ്കര സുപരിചിതമായിരിക്കും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോ നമ്മള് ചെയ്യാൻ പോകുന്ന വൃക്ഷാസനയാണ്. വൃക്ഷാസനയ്ക്ക് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബാലൻസിങ്ങും കോർഡിനേഷനും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള, അതേപോലെ ലെഗിന്റെ മസിൽ സ്ട്രെങ്ത് എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ ഒരൊറ്റ പോയിന്റിലേക്ക്, ഒരു സിംഗിൾ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്ററാണ് വൃക്ഷാസന. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ഇൻഹലേഷൻ, exhale it completely, relax. Okay, open your eyes. ഓക്കെ, പതിയെ കാലുകൾ, വലത്തെ കാല് ഇൻഹേൽ ചെയ്തുകൊണ്ട് റേസ് ചെയ്യുക. മാക്സിമം ഗ്രോയിനിലേക്ക് കയറ്റി വെക്കുക. നിങ്ങളുടെ ഇന്നർ തൈയിലോട്ട് ഫുട്ട് പ്ലേസ് ചെയ്യുക. പതിയെ ഒന്ന് എക്സ്ഹേൽ ചെയ്യുക. ദെൻ അഗെയിൻ ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈകൾ റേസ് ചെയ്യുക. സ്ലോലി റേസ് ചെയ്യുക. മാക്സിമം മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇരു കൈകളും ചെവിയോട് ചേർത്ത് വെക്കുക. ഒറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്റ്റേബിൾ ആയിട്ട് കാം ആയിട്ട് നിൽക്കുക. 1 2 3 റിലാക്സ്. നമ്മൾ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ചു വരിക. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ ഒരു സൈഡാണ് ചെയ്തത്. അപ്പൊ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ചെയ്യണം. അതുപോലെ എന്ത് ആസനാസ ചെയ്യുമ്പോഴായാലും നമ്മളത് ഓപ്പോസിറ്റ് ആസനയും ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് ബെൻഡ് ചെയ്യണം. അതേപോലെ ഇപ്പൊ റൈറ്റ് ലെഗ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ലെഗ് ചെയ്യണം. അങ്ങനെ ഇപ്പൊ ലൈനിങ്ങിൽ തന്നെ പ്രോൺ പോസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സുപ്പൈൻ പോസ്റ്റർ ചെയ്യണം. അങ്ങനെ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ റൈറ്റ് ലെഗ് ചെയ്തു, ഇനി ദെൻ ഓപ്പോസിറ്റ് ലെഫ്റ്റ് ലെഗിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ സൂര്യ നമസ്കാരത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ ഫസ്റ്റ് ഒരു ഫ്രണ്ട് ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അതിന്റെ ഒരു പോസ്റ്റർ വരുന്നത് ബാക്ക് ബെൻഡ് ആയിരിക്കും. നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഓരോ ആസനാസ് കഴിയുമ്പോഴായാലും ഭുജംഗാസന കഴിയുമ്പോഴായാലും അങ്ങനെ എല്ലാം കഴിയുമ്പോഴായാലും ഒന്ന് കഴിഞ്ഞ ഒന്ന് വരുന്നത് ഫ്രണ്ട് ബാക്ക് ലെഗ് ആം അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡാണ് ചെയ്തത്. ദെൻ സ്ലോലി ടു ലെഫ്റ്റ് സൈഡ്. നമ്മൾ ഇനി അടുത്തത് ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യാൻ പോവാണ്. കാലുകളെ പാട്ട് ചെയ്യുക. ദെൻ സ്ലോലി ഇടത്തെ കാലെടുത്ത് വലത്തെ തുടയുടെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. സ്ലോലി നിങ്ങൾ ഇൻഹേൽ ചെയ്തുകൊണ്ട് കൈ റേസ് ചെയ്യുക. മാക്സിമം മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. 1 2 3 റിലാക്സ്. എക്സ്ഹേൽ ചെയ്തുകൊണ്ട് കൈകൾ താഴെ എത്തുക. ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. പതിയെ കാലുകൾ എടുത്ത് താഴേക്ക് വെക്കുക. റിലാക്സ്. Again close your eyes and take a deep inhalation. Exhale it completely. Relax. Okay, then again last and final posture. ത്രികോണാസനയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ത്രികോണാസന എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിങ്ങിൽ തന്നെ സ്പൈൻ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസനയാണ്. അതായത് ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്പൈൻ റീജിയൻ, അതായത് ബാക്ക് മസിൽസ് എല്ലാം അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. കൈയുടെ മസിൽസ് ഇൻവോൾവ് ആവുന്നുണ്ട്. കാലിന്റെ മസിൽസ് ഇൻവോൾവ് ആവുന്നുണ്ട്. ഒരൊറ്റ പോസ്റ്ററിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ അതും വോൾ ബോഡി സ്ട്രെച്ചിങ്ങും അതേപോലെ വോൾ ബോഡി ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ആസനയാണ് ത്രികോണാസന. എന്താ പറയാ, നമ്മളിപ്പോ പറയില്ലേ പവർഫുൾ ആണ്, സിമ്പിൾ ആണ്, ബട്ട് വെരി പവർഫുൾ. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ടേക്ക് എ ഡീപ് ഇൻഹലേഷൻ. എക്സ്ഹേൽ ഇറ്റ് കംപ്ലീറ്റ്ലി. റിലാക്സ്. കാലുകൾ മാക്സിമം കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. രണ്ട് സൈഡിലേക്ക് പാർട്ട് ചെയ്ത് വെക്കുക. പതിയെ നിങ്ങളുടെ ഇടത്തെ കാലിൽ പാദം തിരിച്ചു വയ്ക്കുക. ഇൻഹേൽ ചെയ്തുകൊണ്ട് പതിയെ റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ദെൻ
കാലിലെ ആംഗിൾ ഹോൾഡ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ആംഗിൾ ഹോൾഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് സൈഡിലെ ആംഗിൾ ഹോൾഡ് ചെയ്യുക. പതിയെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് വലത്തെ കൈയിലേക്ക് നോക്കുക കേട്ടോ. വലത്തെ കൈപ്പാദത്തിലേക്ക് നോക്കുക. 1 2 3 റിലാക്സ്. നമ്മൾ എങ്ങനെയാണോ പോയത് ആസനയിലേക്ക് തിരികെ അതേപോലെ തിരിച്ചു വരിക. കം ടു സ്ഥിതി. റിലാക്സ് ചെയ്യുക. Again take a deep inhalation. Exhale it completely. Relax. Then നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. നമുക്ക് കാലുകളെ പാട്ട് ചെയ്ത് വെക്കുക. പതിയെ നമ്മുടെ റൈറ്റ് സൈഡിലെ കൂട്ട് തിരിച്ചു വയ്ക്കുക. ചെറിയൊരു ബെൻഡ്, കൈകൾ റൈസ് ചെയ്യുക. ചെറിയൊരു ബെൻഡ് കൊടുത്ത് പതിയെ സ്ലോലി നിങ്ങളുടേതായ ടൈം എടുത്തുകൊണ്ട് ആംഗിളിൽ ഹോൾഡ് ചെയ്യുക. പതിയെ നിങ്ങൾ കൈപ്പത്തിയിലേക്ക് നോക്കുക. 1 2 3 റിലാക്സ്. നമ്മൾ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ചു വരിക. നമ്മുടെ യോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോ, ഒഴുക്ക് പോലെ അങ്ങ് പോകണം. നമ്മൾ ഏറ്റവും സ്ലോ ആയിട്ട് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് മാക്സിമം ടൈം എടുത്തുകൊണ്ട് നല്ല ഇൻഹിലേഷനും നല്ല എക്സലേഷനും എടുത്തുകൊണ്ട് ചെയ്യുക. റിലാക്സ്. ക്ലോസ് യുവർ ഐസ്. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഇനി നമ്മൾ അടുത്തതായിട്ട് സിറ്റിംഗ് ആസനാസിലോട്ട് കടക്കുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റാൻഡിംഗ് ആണ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിറ്റിംഗ് ആസനാസ്. കം ടു സിറ്റിംഗ് സ്ഥിതി. അടുത്ത നമ്മൾ ഇതാണ് നമ്മുടെ കം ടു സിറ്റിംഗ് സ്ഥിതി എന്ന് പറയുമ്പോൾ ഇതാണ് സ്ഥിതി. നമ്മൾ സിറ്റിംഗ് ആസനാസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥിതി ഇതാണ്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇതാണ്. അതേപോലെ സ്റ്റാൻഡിംഗ് ആസനാസ് എല്ലാം ചെയ്യുമ്പോൾ സ്ഥിതി എന്ന് പറയുന്നത് ഇറക്റ്റ് ആയിട്ട് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുക. ശരീരത്തോട് കൈകൾ ചേർത്ത് പിടിക്കുക. ഇതാണ് നമ്മുടെ സിറ്റിംഗ് സ്ഥിതി. അപ്പൊ നമ്മൾ എന്ത് ആസനാസ് സിറ്റിംഗ് ആസനാസ് ചെയ്യുമ്പോൾ സിറ്റിംഗ് സ്ഥിതിയിലേക്ക് വരിക. ദെൻ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭദ്രാസനയിലോട്ടാണ്. ഒരു ബട്ടർഫ്ലൈ പോസ്റ്റർ ആണ് ഭദ്രാസന. നമ്മുടെ ഈ ഗ്രോയിങ് പാർട്ടിന്റെ ലെഗ് റീജിയന്റെ ഗ്രോയിങ് പാർട്ട് എല്ലാം ഇൻവോൾവ് ആവുന്ന ഒരു ആസനയാണ്. ഈ പീരീഡ്സിന്റെ പെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. റിലാക്സ് ചെയ്യുക. മാക്സിമം ഇൻഹെയിൽ ചെയ്യുക. ദെൻ സ്ലോലി എക്സ്ഹെയിൽ. റിലാക്സ്. ഓക്കെ. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് വലത്തെ കാൽപാദം റൈറ്റ് ലെഗ് മടക്കി ഗ്രോയിനോട് ചേർത്ത് വെക്കുക. Then again ലെഫ്റ്റ് ലെഗ് മടക്കി മാക്സിമം നമ്മുടെ ബോഡിയോട് ചേർത്ത് പിടിക്കുക. മാക്സിമം ക്ലോസ് ചെയ്ത് പിടിക്കുക. then പതിയെ തൈസ് താഴോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഗ്രോയിൻ സ്ട്രെച്ച് കൊടുക്കുക കേട്ടോ. പതിയെ താഴോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. റിലാക്സ്. ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. 1 2 3 റിലാക്സ്. പതിയെ നമ്മൾ എങ്ങനെയാണോ പോയത് അതേപോലെ പൊസിഷനിലോട്ട് തിരിച്ചു വരിക. ബാക്ക് ടു സ്ഥിതി. കം ടു സ്ഥിതി. Take a deep inhalation. Exhale it completely. Relax. Okay, take a deep inhalation again. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വക്രാസനയാണ്. വക്രാസനയിലും ഈ പറഞ്ഞ പോലെ ഒരു സ്പൈൻ ട്വിസ്റ്റിംഗ് ആസനയാണ്. സിറ്റിംഗിലെ ഒരു സ്പൈൻ ട്വിസ്റ്റിംഗ് ആസനയാണ്. അതിൽ ലെഗ് മസിൽസ് ഇൻവോൾവ് ആവുന്നുണ്ട്, ആംസ് ഇൻവോൾവ് ആവുന്നുണ്ട്, നിങ്ങളുടെ സ്പൈൻ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ചെറിയതായിട്ട് പറയുമ്പോൾ അതൊരു ഹോൾ ബോഡിയാണ്. ഓക്കെ. റിലാക്സ്. ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. Exhale it completely. Slowly open your eyes. Okay, then inhale ചെയ്തുകൊണ്ട് നിങ്ങളുടെ വലത്തെ കാൽമുട്ട് മടക്കി ശരീരത്തോട് ചേർത്ത് പിടിക്കുക. then exhale ചെയ്തുകൊണ്ട് കൈകളോട് മാക്സിമം ലെഗ് പുഷ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വലത്തെ കാല് പുഷ് ചെയ്തുകൊണ്ട് ആംഗിളിൽ ഹോൾഡ് ചെയ്യുക. then റൈറ്റ് ഹാൻഡ് ബാക്കിലോട്ട് പ്ലേസ് ചെയ്യുക. നിങ്ങളുടെ വിഷൻ ബാക്കിലോട്ട് പോട്ടെ. then ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാം.
1, 2, 3. റിലാക്സ്. പതിയെ കാലുകളിൽ നിന്ന് കൈകൾ റിലീസ് ചെയ്യുക. പൂർണ്ണസ്ഥിതിയിലോട്ട് തിരിച്ചു വരാം. നോർമൽ ബ്രീത്തിങ്. ഇൻഹേൽ. Exhale it completely. Relax. ഇനി നമ്മൾ സെയിം പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡ് ചെയ്തു, ദെൻ സ്ലോലി ദെൻ ലെഫ്റ്റ് സൈഡിലേക്ക് കടക്കുക. കാൽമുട്ട് മടക്കി ബോഡിയോട് മാക്സിമം ചേർത്ത് പിടിക്കുക. കൈകൾ കൊണ്ട് കാൽമുട്ടുകൾ കുറച്ച് പുഷ് ചെയ്ത് കൊടുക്കാം. മാക്സിമം സ്ട്രെച്ച് കൊടുക്കുക. ദെൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്പൈൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. 1, 2, 3. റിലാക്സ്. നമ്മൾ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ചു വരിക. കൈകൾ റിലീസ് ചെയ്യുക. കാലുകൾ നിർത്തി വെക്കുക. കം ടു സ്ഥിതി. റിലാക്സ്. Take a deep inhalation. Exhale it completely. Okay, last and final posture ആണ് സിറ്റിംഗ് ആസനാസില്. ശശാങ്കാസനയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഇതൊരു റിലാക്സിങ് ആസനയാണ്. അതായത് നമ്മുടെ ബോഡി കുറച്ച് പണിയെടുത്തതിന് ശേഷം നമ്മൾ ബോഡി മൊത്തം ഒന്ന് റിലാക്സ് ചെയ്യാൻ ചെയ്യില്ലേ, അതുപോലെ ഒരു റിലാക്സിങ് ആസനയാണ്. ഇറ്റ്സ് എ ചൈൽഡ് പോസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ സ്ലോലി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. Exhale it completely. മാക്സിമം റിലാക്സ് ചെയ്തിരിക്കുക. ഓക്കെ, പതിയെ നമ്മൾ വജ്രാസനയിലോട്ട് കടക്കുകയാണ്. കാൽമുട്ട് മടക്കി ബട്ടക്സിന് താഴെ പ്ലേസ് ചെയ്യുക. ഇരുകാലുകളും മടക്കി ബട്ടക്സ് താഴെ പ്ലേസ് ചെയ്യുക. നമ്മുടെ ബോഡി വെയിറ്റ് ഫുള്ള് ആംഗിളിൽ കൊടുക്കുക. സ്പൈൻ സ്ട്രേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ സ്ലോലി എക്സ്ഹേൽ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക. കൈകൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. കൈകൾ മാക്സിമം ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ അപ്പർ ബോഡി മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ദെൻ ആ മാക്സിമം സ്ട്രെച്ചിൽ ഹോൾഡ് ചെയ്യുക. 1, 2, 3. റിലാക്സ്. പതിയെ ഇനി തിരിച്ചു വരാം. നമ്മൾ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ചു വരിക. ഇൻഹേൽ ചെയ്തുകൊണ്ട് അപ്പർ ബോഡി റൈസ് ചെയ്യുക. വജ്രാസനയിലോട്ട് വരാം. റിലാക്സ്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ സിറ്റിംഗ് ആസനാസ് സ്റ്റാൻഡിങ് കഴിഞ്ഞും സിറ്റിംഗ് കഴിഞ്ഞും നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ലൈയിങ് ആസനത്തിലേക്കാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനയാണ്. ഭുജംഗാസനം നമ്മൾ നേരത്തെ ചെയ്തു. സൂര്യ നമസ്കാരയിൽ നമ്മൾ ഭുജംഗാസനം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ആ സീക്വൻസിലെ ഒരു പോസ്റ്ററാണ് ഭുജംഗാസനം. അപ്പൊ ആദ്യം തന്നെ ലൈവ് പോസ്റ്ററിലെ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭുജംഗാസനയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ പോലെ ഡീപ് ഇൻഹലേഷൻ. Exhale it completely. ഫസ്റ്റ് നമുക്ക് മകരാസനയിലേക്ക് കടക്കാം. വലത്തെ കൈ ഇടത്തെ കൈയുടെ കൈപ്പത്തിയുടെ മുകളിൽ വെച്ച് ഹെഡ് അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. ദെൻ നിങ്ങളുടെ കവിൾ അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്യുക. റിലാക്സ്. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ട് സൈഡിലേക്ക് പ്ലേസ് ചെയ്യുക. നിങ്ങളുടെ ചെസ്റ്റിനോട് ചേർത്ത് വെക്കുക. മാക്സിമം റിലാക്സ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ചെസ്റ്റ് മുകളിലേക്ക് അപ്പ് ചെയ്യുക. ഹെഡ് ബാക്കിലേക്ക് ചെയ്ത് ബെൻഡ് ചെയ്യുക. ആൻഡ് റിലാക്സ്. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1, 2, 3.
ആൻഡ് എക്സേൽ ചെയ്തുകൊണ്ട് പതുക്കെ ബെൻഡ് ചെയ്യുക. കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. ടേക്ക് എ ഡീപ് ബ്രീത്ത് and exhale it completely. Relax. അടുത്തത് പവനമുക്താസന. ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, പവനമുക്താസന നമ്മുടെ ലൈൻ പോസ്റ്ററിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റിലാക്സിങ് ആസനയാണ്. അതായത് നമ്മൾ ബാക്ക് സ്ട്രെച്ച് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ടയർഡ് ആണെന്ന് വിചാരിക്കുക. ബാക്ക് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ബാക്ക് പെയിൻ മാറാനായിട്ടും അത് ആ മസിൽ ക്രാം മാറാനായിട്ടും ബാക്കിലെ മസിൽ ക്രാം മാറാനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ നല്ലപോലെ ഡീപ് ബ്രീത്ത് പറഞ്ഞ പോലെ ബ്രീത്ത് എടുക്കുക, ദെൻ റിലാക്സ് ചെയ്യുക, മാക്സിമം റിലാക്സ് ചെയ്യുക, ദെൻ സ്ലോലി ഇൻഹേൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ കാലുകളും എടുത്ത് നമ്മുടെ ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കുക. ദെൻ പതിയെ നമ്മുടെ ഹെഡ് റേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹെഡ് നീല് ടച്ച് ചെയ്യുക. ആ പോസ്റ്ററിൽ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിനു ശേഷം എഗെയിൻ നമ്മൾ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ചു വരിക, പതിയെ തല താഴ്ത്തുക, ദെൻ സ്ലോലി നമ്മുടെ കാലുകൾ രണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ ആ പോസ്റ്ററിൽ സ്ഥിതി പോസ്റ്ററിൽ റിലാക്സ് ചെയ്യുന്നു ഇരിക്കാം. ഓക്കെ, അഗൈൻ ടേക്ക് എ ഡീപ് ഇൻഹലേഷൻ And exhale it completely. Again, deep inhalation and exhale it completely. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പോസ്റ്റേഴ്സ് അതായത് ആസനാസ് എല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മള് പ്രാണായാമ സെഷനിലേക്ക് പോവാണ്. പ്രാണായാമം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ എക്സസൈസ് ചെയ്തില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ബ്രീത്തിങ്, ഇതൊരു ബ്രീത്തിങ് ടെക്നിക്കാണ്. ഈ ബ്രീത്തിങ് ടെക്നിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ്. എന്തായാലും ഇപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ആയാലും, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കുട്ടികളായിരിക്കും, ഇപ്പൊ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാനായാലും എല്ലാ കാര്യത്തിലും നമ്മളിപ്പോ ലങ്സ് പ്യൂരിഫിക്കേഷൻ ആയാലും നമ്മുടെ ബോഡി മൊത്തത്തിൽ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പ്രാണായാമം. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു 2 ടെക്നിക്ക് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ സുഖാസനയിലോട്ട് ഇരിക്കുക. സുഖാസന എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ സുഖാസനയാണ്. നമ്മൾക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പൊ വജ്രാസനയിലായാലും പത്മാസനയിലായാലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന വരില്ല. സോ സുഖാസനയിലോട്ട് ഇരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് കാലുകൾ മടക്കി ഇരിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററിൽ ഇരിക്കുക. ദെൻ കയ്യിൽ ജ്ഞാനമുദ്ര പിടിക്കുക. ഇതാണ് ജ്ഞാനമുദ്ര. ജ്ഞാനമുദ്ര പോസ്റ്ററിൽ സ്പൈൻ സ്ട്രൈറ്റ് ചെയ്തുകൊണ്ട് നല്ല റിലാക്സ് ചെയ്തിരിക്കുക. ഓക്കെ, ദെൻ പതിയെ നമ്മള് ഷൺമുഖ മുദ്രയിലോട്ട് കിടക്കുക. സ്പൈൻ സ്ട്രൈറ്റ് ചെയ്ത് ഈ പോസ്റ്ററിൽ ആദ്യം ഒരു 3 ബ്രീത്ത് എടുത്ത് വിടുക. Close your eyes, take a deep inhalation. Exhale it completely. Relax. Again, take a deep inhalation. Exhale it completely. Relax. Take a deep inhalation. Exhale it completely. Okay. Slowly open your eyes. അടുത്തായിട്ട് നമ്മൾ ബ്രഹ്മരി പ്രാണായാമമാണ് ചെയ്യാൻ പോകുന്നത്. ബ്രഹ്മരി പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ അബ്ഡമന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ബ്രീത്ത് എടുത്ത്, അതായത് എടുക്കുന്ന ബ്രീത്ത് ഉള്ളിലോട്ട് പോയി അവിടെ നിന്നാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഷൺമുഖ മുദ്രയിലോട്ട് വരാം. ഷൺമുഖി മുദ്ര എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 പോയിന്റ് ഫിംഗറും മിഡിൽ ഫിംഗറും വെച്ച് നമ്മുടെ കണ്ണുകൾ ക്ലോസ് ചെയ്യുക. ദെൻ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 2 താഴത്തെ ഫിംഗേഴ്സ് വെച്ച് നമ്മുടെ മൗത്ത് ക്ലോസ് ചെയ്യുക. ദെൻ തമ്പ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഇയറും ക്ലോസ് ചെയ്യുക. തമ്പ് യൂസ് ചെയ്ത് ഇയറും ക്ലോസ് ചെയ്യുക. കൈകൾ ഷോൾഡർ ലെവലിൽ റൈസ് ചെയ്യുക. ഓക്കെ, മാക്സിമം ആ പോസ്റ്ററിൽ റിലാക്സ് ചെയ്തിരിക്കുക. ദെൻ അഗെയിൻ ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. നല്ലപോലെ ഇൻഹേൽ ചെയ്യുക. നോസ്ട്രിൽ യൂസ് ചെയ്ത് നല്ലപോലെ ഇൻഹേൽ ചെയ്യുക. ദെൻ സ്ലോലി എക്സ്ഹേൽ ചെയ്യുമ്പോൾ ഒരു വിത്ത് ബി സൗണ്ട്, ബ്രഹ്മരി പ്രാണായാമം എന്ന് പറയുന്നത് ബി, ഹമ്മിങ് ബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് ഒരു ബി സൗണ്ടോട് കൂടി എക്സ്ഹേൽ ചെയ്യാം. ഓക്കെ, നമുക്കൊന്നുകൂടി കാണിച്ചു തരാം. ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. Exhale it completely. ഒരു ഹമ്മിങ് ബി സൗണ്ടോട് കൂടി നമ്മൾ എക്സ്ഹേൽ ചെയ്യാം. നമ്മൾ എടുക്കുന്ന ഫുൾ ബ്രീത്ത് നമ്മുടെ ചെസ്റ്റ് ഫുള്ള് ഫില്ലാക്കണം. അതായത് ലങ്സ് ഫുള്ള് ഫില്ലാക്കി ചെസ്റ്റ് റേസ് ചെയ്ത്
നല്ലപോലെ ഒരു ബ്രീത്ത് എടുക്കുക. ദെൻ എക്സ്ഹേൽ ചെയ്യുമ്പോ ഒരു ബി സൗണ്ട് കൂടി ബി സൗണ്ടോട് കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എക്സലേഷൻ വരണം കേട്ടോ. ഓക്കെ, അഗൈൻ ടേക്ക് എ ഡീപ്പ് ഇൻഹലേഷൻ. Exhale it completely. Relax. Again, take a deep inhalation. Exhale it completely. റിലാക്സ്. പതിയെ നമ്മൾ എങ്ങനെയാണോ പൊസിഷനിലേക്ക് പോയത് അതുപോലെ തിരിച്ചു വരിക. ജ്ഞാനമുദ്രയിലൂടെ തിരിച്ചു വരാം. എൽബോസ് സ്ട്രേറ്റ് ചെയ്യുക. Then close your eyes. മെഡിറ്റേഷൻ പോസ്റ്ററിൽ സ്ഥിതി ചെയ്യുക. സ്പൈൻ സ്ട്രേറ്റ് ആക്കി ഇരിക്കുക. ബോഡി ഫുള്ള് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക. എക്സ്റ്റേണൽ സൗണ്ടുകളിലേക്ക് ആദ്യം ശ്രദ്ധിക്കുക. ദെൻ സ്ലോലി നമ്മുടെ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുക. ദെൻ സ്ലോലി നമ്മുടെ ബോഡിയിലോട്ട് ശ്രദ്ധിക്കുക. ബോഡിയിൽ നടക്കുന്ന ചേഞ്ചസ് എല്ലാം നമ്മൾ പുറത്തുള്ള എക്സ്റ്റേണൽ സൗണ്ടിൽ നിന്നും വിട്ട് നമ്മുടെ ബോഡിയിലോട്ട് തിരിച്ചെത്തി. ഇപ്പൊ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. സ്ലോലി നമ്മുടെ ബ്രീത്തിങ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പതിയെ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ച്, നമ്മൾ ഇൻഹലേഷൻ ചെയ്യുമ്പോഴും എക്സ്ഹലേഷൻ ചെയ്യുമ്പോഴും നമ്മുടെ ഓൾ ബോഡി പാർട്ടില് വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കുക. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ബോഡിയിലെ ഫുൾ ബ്ലഡ് സർക്കുലേഷന്റെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ അറിയുന്നുണ്ട്. ഓക്കെ, അഗെയിൻ പതിയെ നമ്മൾ തിരിച്ചു വരികയാണ്. വീണ്ടും നമ്മൾ എക്സ്റ്റേണൽ സൗണ്ടുകളിലേക്ക് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ചുറ്റിനുള്ള കാര്യങ്ങൾ വീണ്ടും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഇൻഹേൽ, exhale it completely. Relax. കൈകൾ പതിയെ റബ്ബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഹീറ്റ് ആക്കി കൊടുക്കുക. കൈകൾ മാക്സിമം ഹീറ്റ് ആക്കി കൊടുക്കുക. പതിയെ നമ്മുടെ ശരീരത്തിൽ മൊത്തമാക്കി വെക്കുക. മൊത്തത്തിൽ ചൂടാക്കി കൊടുക്കുക. നമ്മുടെ ബോഡി മൊത്തത്തിൽ വെച്ച് ചൂടാക്കി കൊടുക്കുക. കൈകളിലും കാലുകളിലും ഫേസിലെല്ലാം വെക്കുക. പതിയെ കണ്ണുകളിൽ തഴുകിക്കൊണ്ട് സ്ലോലി നിങ്ങളുടേതായ ടൈം എടുത്തുകൊണ്ട് കണ്ണുകൾ ഓപ്പൺ ചെയ്യുക. സ്ലോലി കണ്ണുകൾ ഓപ്പൺ ചെയ്യുക. സ്മൈൽ പ്ലീസ്. ബി പോസിറ്റീവ്. ഹാവ് എ നൈസ് ഡേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? താങ്ക് യു. ഹാപ്പിയാണ്. താങ്ക് യു. ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ആദിത്യ ആൻഡ് അഞ്ജുമോൾ ഫോർ ദ വണ്ടർഫുൾ സെഷൻ. എല്ലാവർക്കും ഭയങ്കര ബെനിഫിഷ്യൽ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് എല്ലാവർക്കും ഡെയിലി അവരവരുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്.